കഴിഞ്ഞ ദിവസം തിരൂർ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് ഒരു വീട് കത്തി നശിച്ചു എന്നുള്ളൊരു വാർത്തകൾ കേട്ടല്ലോ. വളരെ ഭീകരമായിട്ടാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. കാരണം നമ്മളും ഈ പവർ ബാങ്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്, നമ്മളും ഇതൊക്കെ ചാർജ് ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ ചാർജ് നിറഞ്ഞ് ഇതൊക്കെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ എന്താവും, ഇത് ഏത് കമ്പനിയുടെ പവർ ബാങ്ക് ആണെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ആ ഒരു ന്യൂസിൽ ഇപ്പോൾ വൻ ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത്. പവർ ബാങ്ക് ഒന്നും പൊട്ടിത്തെറിച്ചതല്ലടേ, അത് അവിടുത്തെ ആ വീട്ടുടമ കുറച്ച് പടക്കങ്ങൾ വീട്ടിൽ ശേഖരിച്ചതാണ്. അവിടെ വീട്ടുടമ തിരൂർ മുക്കിലപ്പിടിക സ്വദേശി അബൂബക്കർ സിദ്ദീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ നല്ല കാര്യം. എന്തിനാണ് ഇയാൾ ഈ പടക്കം വീട്ടിൽ ശേഖരിച്ചത്? ആരെങ്കിലും തലക്കെട്ടെറിയാനാണോ? അതെന്തെങ്കിലും ആഘോഷങ്ങളുണ്ടായിരുന്നോ? എന്താണെന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട് പൂർണ്ണമായും കത്തിനശിച്ചത്. രാത്രി 10:30-ഓടെയാണ് അപകടം നടന്നത്. തീ പടരുന്നത് കണ്ട പരിസരവാസികളും നാട്ടുകാരും തീ അണക്കുകയായിരുന്നു. പവർ ബാങ്ക് ചാർജ് ചെയ്യാനായി വെച്ച് വീട്ടുകാർ പുറത്തു പോയതിന് പിന്നാലെയാണ് അപകടമുണ്ടായെന്നാണ് അന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്. വീട്ടുപകരണങ്ങൾ, അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം തീപിടുത്തത്തിൽ കത്തിനശിച്ചു. പടക്കം തന്നെ കത്തിയതാണോ, പടക്കം കത്തിച്ചതാണോ എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. കാരണം കത്തി നശിച്ചത് രേഖകളടക്കമുള്ള കാര്യങ്ങളാണ്. എന്ത് രേഖ? ഈ രേഖ ആർക്ക് അനുകൂലം, ആർക്ക് പ്രതികൂലം? അബൂബക്കർ സിദ്ദീഖിനെ കാര്യമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു.